പാലക്കാട് ഒലവക്കോട് ഉമ്മിനിയിൽ മാലിന്യക്കുഴിയിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളി മരിച്ചു. കല്ലേക്കുളങ്ങര സ്വദേശി സുജീന്ദ്രനാണ് മരിച്ചത്. ഉമ്മിനി ഹൈസ്കൂളിൽ എതിർവശമുള്ള നൈപുണ്യ കാറ്ററിംഗിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം. സാജിദ് അജ്മൽ ചേർന്നു. സാജിദ്, അപകടത്തിന്റെ വിവരങ്ങൾ. ധന്യ, ഈ മാൻഹോളിനകത്ത്, അതായത് മാലിന്യക്കുഴിക്കകത്ത് പെട്ടാണ് മരിച്ചത്. നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മാലിന്യ കുഴിയിലേക്ക് വരുന്ന ഈ പൈപ്പ് ബ്ലോക്ക് ആയിരുന്നു. ഇത് നന്നാക്കാൻ വേണ്ടിയാണ് പ്ലംബറായ സുജീന്ദ്രൻ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഈ ടോക്സിക് അതായത് വിഷവാതകം ശ്വസിച്ച് മരിച്ചു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കുടുങ്ങിയതറിഞ്ഞ്, സുജീന്ദ്രൻ കുടുങ്ങിയതറിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിയ ഹോട്ടൽ ഉടമയ്ക്കും വിഘ്നേഷിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്രദേശത്തുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരു മിനിറ്റ്. കാലത്ത് ആള് മറ്റേ ഡ്രെയിനേജിൽ, അതായത് ഹോട്ടൽ വേസ്റ്റ് വരുന്ന വെള്ളം അവിടെ പൈപ്പ് ബ്ലോക്ക് ആയിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആൾ പ്ലംബറാണ്. അത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആൾ ബോധം കെട്ട് വീണു. ആ കട ഉടമ ഇറങ്ങി രക്ഷിക്കാൻ വേണ്ടി നോക്കി. ആളുടെ ബോധം പോയി. ആളെ വലിച്ചെടുത്തു. ഇയാളെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഫയർഫോഴ്സ് വന്നിട്ടാണ് ആളെടുത്തത്. ഈ മാലിന്യ ഇതിലേക്ക് താഴ്ന്നു പോയിരുന്നു അല്ലേ? ക്ലിയർ ആയിട്ട് അറിയില്ല. ഫയർഫോഴ്സ് വരുന്ന സമയത്ത് കാലാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ തലകുത്തി കടക്കുമായിരുന്നാണ് വിചാരിക്കുന്നത്. ആളെടുക്കുമ്പോഴാണ് സുജീന്ദ്രനാണെന്ന് അറിഞ്ഞത്. ഞങ്ങൾ കല്ലേക്കുളം സ്വദേശിയാണ്. ആളെടുക്കുമ്പോഴാണ് സുജീന്ദ്രനാണ് അറിഞ്ഞത്. ഇതുവരെ അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഈ ഉടമ വിഘ്നേഷിന് എന്താ ആരോഗ്യാവസ്ഥ? വിനേഷാണ്. വിനേഷിന് കുഴപ്പമില്ല. സായി ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ആളും അബോധാവസ്ഥയിലാണ്. ഇത് ഈ ക്ലീനാക്കാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ, അപ്പം തന്നെ അപകടം സംഭവിച്ചു. അതെ, ഇന്ന് കട ഇന്നലെ പൈപ്പ് ബ്ലോക്കായിട്ട് കട ഇന്ന് ലീവാണ്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഈ പൈപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതെന്ന് വിചാരിക്കുന്നു. ഈ ഫയർഫോഴ്സ് പിന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അതെ, അവർ ഇറങ്ങിയിട്ടാണ് ആളെടുത്തത്. ധന്യ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വിഷവാതകം ശ്വസിച്ചാണ്. ഈ സാധാരണഗതിയിൽ ഇത്തരം ഈ അടഞ്ഞു കിടക്കുന്ന ഈ മാലിന്യക്കുഴികളിൽ ഒരുപക്ഷെ ഇതുണ്ടാകും. സ്ലാബിന് അടിയിലാണ് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിഷവാതകം ശ്വസിച്ചതാകാനുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. ഈ വിനേഷ് എന്ന വ്യക്തിക്ക്, ഹോട്ടൽ ഉടമയ്ക്ക്, കാറ്ററിംഗ് സെന്ററിന്റെ ഉടമയ്ക്ക് ഇപ്പോഴും ഈ അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ധന്യ. ശരി സാജിദ്.